നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അതിനെക്കുറിച്ച് നല്ല വ്യക്തമാകുന്നൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ളൊരു മറുപടി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലൈക്ക് ചെയ്ത് തന്നെ നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായിരിക്കണം. അതുപോലെ അഫർമേഷൻസ് എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് ഏത് അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതം എത്തിക്കേണ്ടത്, കറക്റ്റായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. സാമ്പത്തികത്തെക്കുറിച്ചായിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ ആയിക്കോട്ടെ, കരിയർ മേഖലയായിക്കോട്ടെ, ഹെൽത്തിനെ സംബന്ധിച്ചായിക്കോട്ടെ, നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചായിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, പാർട്ട്ണറിന് വേണ്ടിയിട്ടായിക്കോട്ടെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ വേണ്ട കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതി, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ഇപ്പോൾ ഇന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന രീതിയിൽ തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. നിങ്ങളത് എഴുതി നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടാകും. പിന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്ക് കാണാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടെ ആ ഒരു ഇന്നർ പവറിനെ പുറത്തു കൊണ്ടുവരിക. നെഗറ്റീവ് തോട്ട്സുകളാണ് പോസിറ്റീവ് തോട്ട്സിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുക. അപ്പം എത്രത്തോളം പവർഫുള്ളായിട്ട് പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം ചിന്തിക്കുമ്പോഴാണ് നെഗറ്റീവ് എനർജീനെ നമ്മളിൽ നിന്നും അടർത്തി കളയാൻ സാധിക്കുകയുള്ളൂ എന്നതും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും പോസിറ്റീവ് ആകുക. നമ്മളുടെ മുന്നോട്ടേക്കുള്ള ലൈഫിൽ പല മാറ്റങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങളൊന്ന് ക്ലാരിറ്റി വരുത്തുക. എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്ന 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്ന് മനസ്സിന് വല്ലാത്ത ഒരു ഫൈറ്റിംഗ് എനർജിയാണ് കുറേ ആളുകളിൽ കാണുന്നത്. ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതിനെ എല്ലാം വെച്ച് വളരെ ശക്തമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളോട് തന്നെ നിങ്ങൾ മത്സരിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും ആരൊക്കെയോ മത്സരിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. വല്ലാതെ ഒരു ഡിസ്റ്റർബ്ഡ് എനർജിയിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ സ്വയം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു ഫീലിങ്സും നമുക്ക് എനർജിയിൽ കാണുന്നുണ്ട് കേട്ടോ. വേണ്ടതും വേണ്ടാത്തതുമായ ചിന്തകളെ നിങ്ങളിങ്ങനെ വലിച്ച് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നു. ചുറ്റുമുള്ളവരെ നിങ്ങൾക്കിടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധരിക്കുന്ന, ഒരു തെറ്റിദ്ധാരണയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറച്ച് ആളുകളിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൻ്റെ എനർജിയിലാണ്. സ്വയം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനുമൊക്കെ ആയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അത് നിങ്ങളെ കൂടുതൽ സ്ട്രെസ് എനർജിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ശക്തമായിട്ട് റിലാക്സ് ആവുക, സമാധാനപരമായിട്ട് ആക്ഷൻ എടുക്കുക എന്നതാണ് നമുക്കിവിടെ എനർജി കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഓവർ തിങ്കിങ്, തെറ്റായ ചില ചിന്തകൾ, നിങ്ങൾ പോസിറ്റീവാണെന്ന് ചിന്തിക്കുന്ന പലതും നിങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴങ്ങി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല എന്നുള്ളതും, ത്രോട്ട് ചക്രയുടെ എനർജിയും കണക്റ്റഡ് ആവുന്നുണ്ട്, മൂൺ എനർജിയും കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ഈ മൂൺ എനർജി നെഗറ്റീവായി നിൽക്കുന്നതാണ് എപ്പോഴും മനസ്സിങ്ങനെ കലുഷിതമായി തീരാനുള്ള കാരണം. അത് പിന്നെ നമ്മളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരുമായിട്ട് തെറ്റിദ്ധാരണയും ശത്രുതാഭാവവും ഒക്കെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതായിരിക്കില്ല മറ്റുള്ളവരെടുക്കുന്ന, തെറ്റായിട്ട് ആളുകൾ വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസും അനുകൂലമല്ലാതെ നിൽക്കുന്ന സമയമാണ്. ശാന്തമാവണം. എല്ലാത്തിനും ഒരു ക്ഷമ കാണിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന് സ്വയം മനസ്സിൽ പറഞ്ഞ് ഒരു ക്ലാരിറ്റി വരുത്തുക കേട്ടോ. സ്വയം ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ട ദിവസമാണ്. ഇന്നൊന്നിലും ഇടപെടുക, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ശക്തമായിട്ട് ഇടപെടാതിരിക്കുക. നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് കണക്റ്റ് ചെയ്യാതിരിക്കുക. എല്ലായിടത്തുനിന്നും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നത് വളരെ പോസിറ്റീവായിരിക്കും കേട്ടോ. ജീവിതത്തെക്കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. കഴിഞ്ഞു പോയ പല കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തണം.
ചിന്തിക്കണം, നല്ല പോലെ ഒന്ന് ചിന്തിച്ച് ആക്ഷൻ എടുക്കുക എന്നതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കോൺഫ്ലിക്റ്റുകളെ മാറ്റി വെച്ച് ഫോക്കസ് ചെയ്യാനാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയമുള്ള ചിന്തകൾ, തെറ്റായ ചിന്തകളിൽ നിന്നും ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടുള്ള ഓവറായിട്ടുള്ള വാഗ്വാദങ്ങളിലൊന്നും ചെന്ന് പെടാതെ നിങ്ങൾ ശാന്തമായിട്ട് ഫോക്കസ് ചെയ്യുക. അത് ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലുമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ് കാണുന്നത്. കാരണം ലൈഫിൽ വേണ്ടത് മാത്രം ഫോക്കസ് ചെയ്യുക. വളരെ എടുത്ത് തന്നെ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടാത്തതും അല്ലെങ്കിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതും നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുമായ പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. അതിലൊന്നും ഫോക്കസ് ചെയ്യേണ്ട. നമുക്കെന്താണോ വേണ്ടത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക. തീർച്ചയായിട്ടും ജീവിതം മാറും. ജീവിതം മാറാനുള്ളതാണ്. അതല്ലാതെ എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കുന്ന ഒന്നല്ല ലൈഫ്. അത് മാറാനുള്ളതാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് വഴങ്ങി കൊടുക്കണം പ്രകൃതിയുമായിട്ട് കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, ഫാമിലിയെ വിട്ട് കുറച്ച് ആളുകൾ ഒരു ലോങ് എനർജിയിലേക്ക്, ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോകേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ്, മനസ്സിന് അത്ര വലിയ ഉറപ്പില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സംതൃപ്തി ഇല്ലെങ്കിൽ പോലും ഫാമിലിയെ വിട്ടുമാറേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് നിങ്ങളിൽ ചിലരിൽ പെട്ടെന്ന് വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾ മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ എനർജി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇനി ഒരു പുതിയ തുടക്കമാണ്. പുതിയ ചിലത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. ഈ ഒരു ട്രാവലിംഗ്, ഈ ഒരു യാത്ര എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാവുന്നതിലേക്ക് ഏറ്റവും വലിയ സക്സസ്സിലേക്കുള്ളൊരു വഴിത്തിരിവായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. വളരെ ശക്തമായൊരു ഉയർച്ച, മാറ്റം, നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങൾ ഇനി മറ്റൊരു തലത്തിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെ വിട്ടുമാറി ദൂരേക്കൊരു ട്രാവലിംഗ് ചെയ്തിട്ടുള്ളവർ, അങ്ങോട്ടെങ്കിലും മാറി പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ ചുമന്നുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ഇത് നിങ്ങളുടെ ഒരു പുതിയ ലൈഫ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഇനി വിജയത്തിലേക്കാണ്, പരാജയത്തിലേക്കല്ല കേട്ടോ. നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കർമ്മ ഹീലിംഗ് ആവുന്നുണ്ട്. തടസ്സങ്ങളും പ്രശ്നങ്ങളും കുറച്ചും കൂടി നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പവർഫുൾ ആകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് തീരാനുള്ള ഒരു സമയത്തിൻ്റെ എനർജിയിലേക്കാണ്. 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇൻഡിസിഷൻ എനർജി വരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും മറ്റ് അബണ്ടൻസിലേക്കൊക്കെ നോക്കുമ്പം ചെറിയൊരു സ്റ്റക്നെസ്, ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു ഇൻഡിസിഷൻ എനർജി വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും കേട്ടോ. ഇന്നൊരു ചെറിയ സ്റ്റക്നെസ് ഉണ്ടാവാം. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുമെന്നുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് ആളുകൾക്ക് ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരു വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് കുറച്ചൊരു മാനസിക പ്രശ്നവും സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്, ഒരു നെഗറ്റീവ് തോട്ട്സ്, പേടി തോന്നിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാളെക്കുറിച്ച് ചിന്തിച്ച് കേട്ടോ. പക്ഷെ അതിനകത്തൊന്നും ചിന്തിക്കണ്ട. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവണം. ആ പ്രതിസന്ധികളെ നമ്മൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് തരണം ചെയ്യണം. ആ തരണം ചെയ്യുമ്പോൾ നമുക്ക് വീഴ്ചയുണ്ടാവാം, സങ്കടങ്ങൾ വരാം, നമ്മളൊന്ന് പതറിപ്പോവാം. ഒരു നിമിഷം നമ്മളെല്ലാത്തിനിൽ നിന്നും ഒരു ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാം.
പക്ഷെ അതെല്ലാം ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. അല്ലാണ്ട് അതിനെയൊന്നും പേടിച്ച് പിന്നെ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിനെ മുറുകെ തന്നെ പിടിച്ചോളുക, മുന്നോട്ടേക്ക് പൊക്കോളുക. നമ്മൾക്കിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് കൂടുതൽ സുഖകരമായ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അതുപോലെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മുടെ ക്ഷമ കെട്ടുകഴിഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലമുറയിലേക്ക് വരെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നതായിക്കോട്ടെ, നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് കാര്യമായാലും കുറച്ച് അതിനകത്തൊരു ചെറിയൊരു നെഗറ്റീവും കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് നല്ലത്. ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് കിട്ടുന്നതൊന്നും ആയുസ് കുറഞ്ഞതായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഇരയാക്കപ്പെട്ട ഫീലിങ്സൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് മാറുക. ആ ഒരു അവസ്ഥയെ ഒന്ന് ആസ്വദിക്കുക. ഇതിങ്ങനെയാണ്, കിട്ടാനുള്ളതാണ്, പക്ഷെ ഇച്ചിരി ടൈം എടുക്കുമെന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഡൗൺ ആവുക, ഉപേക്ഷിച്ച് കളയുക, അതൊക്കെ നമ്മൾ മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നത്. ഇച്ചിരി തടസ്സങ്ങളൊക്കെ വന്നാലും ആ ഒരു തടസ്സങ്ങളെ നമ്മളൊന്ന് അതിജീവിക്കാനും ആ ഒരു തടസ്സത്തിന് എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കാൻ പോകുന്നതെന്ന് സ്വയം ചിന്തിക്കാനും അതിനെ സ്ലോവിലി വളരെ സമാധാനപരമായിട്ട് അത് തടസ്സങ്ങളെ അതിജീവിക്കുമ്പം കിട്ടുന്ന ആ ഒരു സന്തോഷവും സുഖവും അതിനുശേഷം ആഗ്രഹിച്ച കാര്യം കയ്യിൽ വരുമ്പം കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും ആനന്ദവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അപ്പം അതൊക്കെ നമ്മൾ മറികടക്കാനുള്ളതാണ്, ഇത് ഈ ഒരു ജന്മം ഉള്ളതാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ദ ഹയറോഫന്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്ന് ചിലരെ സംബന്ധിച്ച് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഒരു വിധി കേൾക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ കുറേ കാലങ്ങളായിട്ട് സ്റ്റക്കായിട്ട് നിന്ന ചില കാര്യങ്ങൾക്ക് വളരെ ശക്തമാകുന്ന തീരുമാനമുണ്ടാകുന്നുണ്ട്. മനസ്സിന് വല്ലാതൊരു പതർച്ചയും ബുദ്ധിമുട്ടൊക്കെ ഇന്ന് ലീഗൽ പരമായ ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കുറേ കാലങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളി അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഒരു ജഡ്ജ്മെൻറ്റ് കേൾക്കേണ്ടി വരാം. ആ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി എന്ന് പറയുന്നത് അടഞ്ഞു കിടന്ന ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകുന്നു, ചില കാര്യങ്ങളൊക്കെ അവസാനിച്ച് കിട്ടുന്നു എന്നൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ എംബറർ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. സെൽഫ് കോൺഫിഡൻസ്, പവർഫുള്ളാകുന്ന ഒരു തീരുമാനങ്ങൾ, നിങ്ങളുടേതാകുന്ന ഒരു സെൽഫായിട്ടുള്ള നിങ്ങൾക്ക് മാത്രം നിങ്ങളിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കിന്ന് അനുകൂലമായി വരുന്നുണ്ട്. കാരണം ഏകദേശം ഒരു ഗാർഡിയൻ എനർജിയിലൊക്കെ നിൽക്കുന്ന, ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികൾക്കാണ് ഇന്ന് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കുറച്ചൊന്ന് വിശ്രമിക്കാൻ, സമാധാനപരമായിട്ട് ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായിട്ടൊരിടത്ത് ഇരിക്കാൻ പറ്റുന്നു, ഒന്ന് വിശ്രമിക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അലഞ്ഞ വ്യക്തികളായിരിക്കാം. ഒരു ഏജ്ഡ് ആയ പേഴ്സണിൻ്റെയൊക്കെ എനർജിയാണ് കാണുന്നത്. ഒരു ഗാർഡിയൻ എനർജിയിലുള്ള വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സമാധാനം, സ്വസ്ഥതയുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു തുടക്കം, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ചില ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നുവെങ്കിൽ, ഒരു വെൽത്ത് ഹെൽത്ത് എനർജിക്കൊക്കെ ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ഒരു സ്ട്രെസ്സ്, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ, മറ്റുള്ളവരുടെ പരിഹാസം കേട്ട സിറ്റുവേഷൻസുകൾ, ഒറ്റപ്പെട്ടുപോയൊരവസ്ഥ, ഇതെല്ലാം അവസാനിച്ച് പുതിയ തുടക്കം, നിങ്ങളുടെ ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്ര തുടങ്ങാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നം, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എന്തിനെയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് റിയാലിറ്റി ആകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ സറണ്ടർ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ചില ആളുകൾ ഇമോഷണലി ഒരു ബൗണ്ടറിയൊക്കെ
തൂക്കിയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി, ചിലതിനെയൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്, ചിലതൊക്കെ തുടങ്ങി വെക്കാനും പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ അവസാനിച്ച് ചിലതൊക്കെ ആരംഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അൺസാറ്റിസ്ഫാക്ഷൻ ആയിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ട്രാപ്പിലായിരുന്ന കാര്യങ്ങൾ, സറണ്ടർ ചെയ്ത് നിന്നിരുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടു പോകുന്നുണ്ട്. അതായത് രക്ഷപ്പെടാൻ പറ്റാതെ കൈകാലിട്ടടിച്ച് കിടക്കുന്ന കുറച്ച് ആളുകളുടെ എനർജിയിൽ ചിലതെല്ലാം അവസാനിച്ച് ചിലതെല്ലാം തുടങ്ങുന്നു എന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അതായത് ഒരു ബൗണ്ടറി വെക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മളെപ്പോഴും ഇമോഷണലി എത്രത്തോളം പവർഫുൾ ആയിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് വിജയിക്കാൻ പറ്റും കേട്ടോ മക്കളെ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ. ബാക്കിയെല്ലാം അതിൻ്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എന്തോരം ആളുകൾ ചുറ്റുമുണ്ടെങ്കിലും, എത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും, എത്രത്തോളം സ്ട്രോങ് ആയ മേഖലകളിൽ, കരിയർ മേഖലകളിൽ നിന്നാലും നമുക്ക് ഇമോഷണൽ ബാലൻസ് ഇല്ലെങ്കിൽ, നമ്മൾ ഇമോഷണലി ഹാപ്പിനെസ് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇതൊന്നും കൊണ്ടൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും നമ്മൾ ഇമോഷണലി ഒരു പൂർണ്ണതയുള്ള വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സിറ്റുവേഷൻസുകളിൽ, നമ്മുടെ ചുറ്റുപാടിലെല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഇമോഷണലിയാണ്. ആ ഒരു ഇമോഷൻസ് നമുക്ക് ഓക്കെ ആണ് എങ്കിൽ ബാക്കിയെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ്? ഹാപ്പി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം, സന്തോഷത്തെ വിളിച്ചു വരുത്തണം. എൻ്റെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കുന്നു, ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. ഇങ്ങനെ എത്ര ദുഃഖത്തിലാണേലും ചുമ്മാ അങ്ങ് പറയുക. കുറേ ടൈം ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ ബ്രെയിനും ചിന്തിക്കും, ഞങ്ങൾ സന്തോഷമാണ്, അപ്പോൾ സന്തോഷമാണ്. പിന്നെ നമ്മളിലേക്ക് വരുന്നതെല്ലാം സന്തോഷമാണ്. ഞാൻ അടക്കം ചില സമയങ്ങളിൽ നമ്മളൊന്ന് സ്റ്റക്കായി പോകും. മനുഷ്യനാണ്, സ്വാഭാവികമാണ്. ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെയൊക്കെ പെരുമാറ്റങ്ങളും ഒക്കെ നമ്മളെ ഒന്ന് പിടിച്ചൊന്ന് ഉലയ്ക്കും. പക്ഷേ എന്ത് ചെയ്യണം? സഡൻ നമ്മൾ തിരിച്ചു പിടിക്കണം നമ്മളെ തന്നെ. എനിക്ക് സാധ്യമാണ്, എനിക്കത് കഴിയും എന്ന് തന്നെ ഉറച്ച് പറയാൻ ശ്രമിക്കണം. നമ്മൾ ആരും കേൾക്കുന്നില്ലല്ലോ, നമ്മൾ സ്വയം നമ്മളോട് സംസാരിക്കുക. ഞാൻ ഓക്കെയാണ്, എനിക്കത് സാധിക്കും, ഞാൻ ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കും, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ഈ ജീവിതത്തിൽ, ഈ സിറ്റുവേഷൻസിൽ, ഈ ജന്മം എനിക്ക് തന്നതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ചുമ്മാ കുറച്ച് സമയം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഒരു 10 പ്രാവശ്യം നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്ക് നമ്മളെ ആ നെഗറ്റീവ് പ്രസൻസുകളെല്ലാം വിട്ട് ദൂരേക്ക് ചിതറിപ്പോകുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയാണ് വേണ്ടത്. ചിലരെ സംബന്ധിച്ച് ഇന്നൊരു റിയൂണിയൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്, ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു തോട്ട്സ് ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു റിയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ടോട്ടൽ എനർജിയിൽ നോക്കുമ്പം ഒരു കോൺഫിഡൻസ്, ഒരു ഫ്രീഡം, അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. നാളെക്കുറിച്ചുള്ള ഒരു ശക്തമാകുന്ന പ്രതീക്ഷ വരുന്നുണ്ട് കേട്ടോ. ഫൊർഗീവനസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഫാമിലി പരമാകുന്ന സ്നേഹബന്ധങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ക്ഷമിച്ച് കളയണം കേട്ടോ. നമ്മൾക്ക് വേണ്ട, ഇമോഷണലി നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കേണ്ട എല്ലാ ബന്ധങ്ങളിലും തെറ്റുകൾ സംഭവിച്ചാലും അവിടെ ഒരു ഫൊർഗീവ്നെസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുനർവിചിന്തനം നടത്തണം. നിങ്ങൾ എന്താണോ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഏത് ആഗ്രഹത്തിലേക്കാണോ നിങ്ങൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നത്, അവിടെ ഒരു പുനർവിചിന്തനം നടക്കണം. നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു പുനർവിചിന്തനം നടത്തണം. കാരണം അവിടെ ഒരു കർമ്മ ഉണ്ടാവരുത് കേട്ടോ. അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, നമ്മളിലേക്ക് വരുന്ന ഒരു നല്ല കാര്യം നമുക്ക് അനുഭവത്തിലാവണമെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് കർമ്മ
ഉണ്ടാവരുത്. അവിടെ ഒരു റീകൺസിഡർ എനർജി, പുനർവിചിന്തനം നടത്തണം. എസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് ഇനി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സാമ്പത്തികമായിക്കോട്ടെ, മറ്റു വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിങ്ങൾക്ക് നീതി കിട്ടാതെ നിന്നുവെങ്കിൽ നിങ്ങൾക്കത് നീതി ലഭിക്കുന്നു, നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് സാമ്പത്തികമായാലും കരിയർ മേഖലയായാലും തേർഡ് പാർട്ടി പ്രസൻസ് ആയാലും നിങ്ങൾക്ക് അർഹതയുള്ളത്, നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. നോ നീഡ് ടു വെറി എന്ന് പറയുന്നുണ്ട്. ഒരു കാരണവശാലും ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക, വിഷമിക്കേണ്ട ആവശ്യമില്ല. അതായത് ടോക്സിക് സിറ്റുവേഷൻസുകൾ അല്ലെങ്കിൽ ഒരു ഉള്ളതിൽ തൃപ്തിപ്പെടേണ്ടി വരുന്ന അവസ്ഥ, ആഗ്രഹങ്ങൾക്കൊത്ത് ചിറകടിച്ച് പറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളതോർത്ത് വിഷമിക്കേണ്ട, സമയം മാറും.